നെക്സ്റ്റ് നമുക്ക് മാക്സിമൈസേഷൻ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മാക്സിമൈസേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 4 സോൺസ് A, B, C ആൻഡ് D ആൻഡ് 4 സെയിൽസ് എഞ്ചിനീയേഴ്സ് P, Q, R, S respectively for assignment. Since the zones are not equally rich in sales potential, it is estimated that a particular engineer is operating a particular zone will bring the following sales. അതായത് സോൺ എ ആകുമ്പോൾ 4,20,000, സോൺ ബി ആകുമ്പോൾ 3,36,000, സി ആകുമ്പോൾ 2,94,000, ഡി ആകുമ്പോൾ 4,64,000. The engineers are having different sales ability working under the same conditions. Their yearly sales are proportional to 14, 9, 11 and 8 respectively. The criterion of maximum expected total sale is to be met by assigning the best engineer to the richest zone and next best to the second richest zone and so on. Find the optimum അസൈൻമെൻറ്റ് ആൻഡ് മാക്സിമം സെയിൽസ്. അപ്പോൾ ഇതാണ് നമുക്കാണ് മാക്സിമം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണിത്, മാക്സിമൈസേഷനാണ് പ്രോബ്ലം നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കണം, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുക വെച്ചാൽ നമുക്ക് ബോക്സ് വൈസ് തന്നിട്ടില്ല, അപ്പോൾ തന്ന ഇൻഫർമേഷൻസാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ 4,20,000, 3,36,000, 9,94,000 അതേപോലെ 4,62,000 നമുക്ക് എന്താക്കാം പെർ യൂണിറ്റ് 1,000 ആക്കി എടുത്തിട്ട് എല്ലാത്തിനും നമുക്ക് സീറോസ് കട്ട് ചെയ്ത് 420, 336, 294 അതേപോലെ 462 ആക്കുക. അതേപോലെ നമുക്ക് നമ്മളോട് പറഞ്ഞ ഇയർലി സെയിൽസ് പ്രൊപ്പോർഷൻ എത്രയാണ്, 14, 9, 11, 8 ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം അത് മൊത്തം ആദ്യം എത്രയാണ് ടോട്ടൽ സെയിൽസ് പ്രൊപ്പോർഷൻ എന്ന് കാണണം. അപ്പോൾ അത് ഫുൾ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 42 കിട്ടും. എന്നിട്ട് എന്താക്കുക ഓരോ സോണിലേക്കും ഈച്ച് എത്രയാണ് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് 420 ഇൻറ്റു 14 നമ്മൾ സാധാരണ കാണുന്ന പോലെ ടോട്ടൽ എത്രയാണ് 42 വരും. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും കാണാം. അപ്പോൾ സോൺ ബി ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരും, 336 ഇൻറ്റു 9/42. അപ്പോൾ സോൺ എയിലുള്ള എഞ്ചിനീയേഴ്സ് ഇല്ലേ, അതായത് P, Q, R, S എല്ലാത്തിനും നമുക്ക് എന്താ വരിക, 420 തന്നെ വരും. മറ്റേതാകുമ്പോൾ സോൺ ബിയിലേതാകുമ്പോൾ എല്ലാത്തിനും 336 വരും. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം വൈസ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നതൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ എന്താക്കുക എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടേബിൾ വരച്ച് ക്വസ്റ്റ്യൻ തന്നെ എത്രയായിരുന്നു, 4,20,000 ആണ് സോൺ എയിൽ, പിന്നെ 3,36,000 സോൺ ബിയിൽ, സോൺ സിയിൽ 2,94,000, സോൺ ഡിയിൽ 4,62,000 ആണ് ഉള്ളത് അല്ലേ. പിന്നെ P-ൻ്റെ Q-ൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല. തന്നത് എങ്ങനെയാണ്, ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. നമുക്ക് എഞ്ചിനീയേഴ്സ് വർക്കിംഗ് അണ്ടർ സെയിൽസ് പ്രൊപ്പോസിഷൻ ആർ 14, 9, 11 and 8 അങ്ങനെയല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എന്താക്കണം, നമുക്കിത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ 4,20,000 ആണ് നമുക്ക് തന്നത്. അപ്പോൾ എല്ലാത്തിനും ലാക്കിലാണ് തന്നത്. നമുക്കത് എന്താക്കാം, നമുക്ക് 10,000 ഉള്ളത് 1 യൂണിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കതൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, ആ സീറോസൊക്കെ കട്ട് ചെയ്തിട്ട്, അതായത് ഏൻ്റെത് എത്രയാണ് 4,20,000 അല്ലേ, അത് നമ്മൾ സീറോസ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക 428 എടുക്കുക. അപ്പോൾ ബീൻ്റെതും അതേപോലെ നമുക്ക് എടുക്കാം. ബീൻ്റെത് എത്രയാണ് 3,36,000 ആണ്. അത് നമ്മൾ കൺവീൻസിന് വേണ്ടി 3,36 ആക്കുക. എല്ലാത്തിൻ്റെ എന്താക്കുക 4 സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. സീൻ്റെതാകുമ്പോൾ 2,94,000 ആകുമ്പോൾ നമുക്ക് എത്ര എടുക്കാം, 294 എടുക്കുക. ഡീൻ്റെതാകുമ്പോൾ 4,62,000 ആണ്. അത് നമുക്ക് 462 ഒക്കെ എല്ലാത്തിൻ്റെ എന്താക്കാം നമുക്ക് സീറോസ് കട്ട് ചെയ്യുക. അതായത് യൂണിറ്റ് സെയിൽസ് എന്താക്കാം, യൂണിറ്റ് ഓഫ് സെയിൽസ് നമുക്ക് 10,000-നെ നമുക്ക് എന്താക്കി എടുക്കാം, നമുക്ക് 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം എല്ലാത്തിൻ്റെ സീറോസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമുക്ക് എന്താണ് തന്നത്, നമുക്ക് തന്നത് P, Q, R,
എസ് ആണ് നമുക്ക് 4 സെയിൽസ് എഞ്ചിനീയേഴ്സ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയേഴ്സ് അവരെ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അണ്ടർ സെയിം കണ്ടീഷൻ ആണ്. പ്രൊപ്പോർഷണലി എന്താണ് പറയുന്നത് 14, 9, 11 and 8 എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കത് കറക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമുക്ക് തന്ന വാല്യൂസ് ഇല്ലേ 14, പിന്നെ എന്താണ് 14, 9, പിന്നെ 11, അത് 3, അത് 11, പിന്നെ എന്താണ് ടോട്ടൽ സെയിൽസിൽ പിന്നെ 8, അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. ആ 4 എണ്ണം ആണ് നമുക്ക് ടോട്ടൽ സെയിൽസ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, 3 നമുക്ക് എന്താക്കാം പ്ലസ് ചെയ്യാം അല്ലേ. എന്നാലല്ലേ നമുക്ക് PQRS എഞ്ചിനീയേഴ്സ് സെയിൽസ് എഞ്ചിനീയേഴ്സാണ്, അവർ എത്ര വർക്ക് ചെയ്യണം ഓരോ സോണിൽ നിന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഒരു ഇൻഫർമേഷൻ തന്നത്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, നമുക്കത് 3 കൂടെ എന്താക്കാം ടോട്ടൽ സെയിൽസ് കാണാൻ നമുക്കത് 3 പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് 3 ആദ്യം പ്ലസ് ചെയ്ത് എഴുതാം. 4 എണ്ണം ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം 4 നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം, 14 പ്ലസ് 9 പ്ലസ് 11 പ്ലസ് 8. അപ്പോൾ നമുക്ക് 4 നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പോൾ 4 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 42 ആണല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് നമുക്ക് എന്താക്കാം, നമുക്ക് അവിടെ 42 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം അത് എഴുതി വെക്കാം. അപ്പം ഇതാണ് നമുക്ക് എന്ത് കിട്ടിയ ടോട്ടൽ സെയിൽസ്. ഇനിയിപ്പോൾ ഈ ടോട്ടൽ സെയിൽസിന് നമുക്ക് എന്താക്കണം, നമുക്കിവിടെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. Pൻ്റേത് 14 ആണ്, Qൻ്റേത് എത്രയാണ് 9 ആണ്, Rൻ്റേത് എത്രയാണ് 11 ആണ്, Sൻ്റേത് 8 ആണ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇതാണ് തന്നിട്ട് നമുക്ക് എന്താക്കണം, പ്രൊപ്പോർഷണൽ കണ്ടിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ കാണുക, അതാണ് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് Pൻ്റെ നമുക്ക് ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. P Qൻ്റെ മുകളിൽ എഴുതി വെച്ചോ, S ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ A എന്ന് പറഞ്ഞ സോണിൽ എത്രയാണ് P വർക്ക് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നോക്കണം. അപ്പോൾ എൻ്റെ എത്രയാണ് 420 അല്ലേ, 420 ഇൻറ്റു P എത്രയാണ് ഇവിടെ 14 അല്ലേ, 14 ടോട്ടൽ സെയിൽസ് എത്രയാണ് 42 ഈക്വൽ ടു എത്ര കിട്ടും 140 കിട്ടും. ഇനി എൻ്റെ മൊത്തം എത്രയായിരിക്കും, എല്ലാത്തിലും എന്തായിരിക്കും 420 ആയിരിക്കും. Qൻ്റെതാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ Qൻ്റെ ഇത് എത്രയാണ് 9 ആണ്, 9/42 ഈക്വൽ ടു എത്ര കിട്ടും 90 കിട്ടും. നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് 420 ഇൻറ്റു 11/42, അപ്പോൾ നമുക്ക് 110 കിട്ടും. നെക്സ്റ്റ് 420 ഇൻറ്റു 8/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 80 കിട്ടും. നെക്സ്റ്റ് 336 ഇൻറ്റു 14/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 1112 കിട്ടും. നെക്സ്റ്റ് 336 ഇൻറ്റു 9/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 72 കിട്ടും. നെക്സ്റ്റ് 336 ഇൻറ്റു 11/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 88 കിട്ടും. നെക്സ്റ്റ് 336 ഇൻറ്റു 8/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക നമുക്ക് 64 കിട്ടും. നെക്സ്റ്റ് സീൻ്റെ എത്രയാണുള്ളത് 294 ആണ്. ഇൻറ്റു എത്രയാണ് 14 തന്നെയല്ലേ, Pൻ്റെ 14/42 സോൺ മാത്രമേ മാറുള്ളൂ. ഇതാകുമ്പോൾ 294 ഇൻറ്റു 9/42 63. നെക്സ്റ്റ് 294 ഇൻറ്റു 11/42, അപ്പോൾ എത്ര കിട്ടുക 77. നെക്സ്റ്റ് 294 ഇൻറ്റു 8/42, അപ്പോൾ എത്ര കിട്ടും 56. നെക്സ്റ്റ് 462 അല്ലേ ഡീൻ്റെ സീറോസ് കട്ട് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇൻറ്റു 14/42 154 കിട്ടും. നെക്സ്റ്റ് 464 ഇൻറ്റു 62 ഇൻറ്റു 9/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 99 കിട്ടും. നെക്സ്റ്റ് 462 ഇൻറ്റു 11/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 121 കിട്ടും. നെക്സ്റ്റ് 462 ഇൻറ്റു 8/42, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 88 കിട്ടും. ഇനി കിട്ടിയതൊക്കെ നമുക്ക് എന്താക്കണം, വേറെ ബോക്സ് വരച്ചിട്ട് ലാസ്റ്റത്തെ എമൗണ്ട് മാത്രം നമുക്ക് എഴുതിയിട്ട് എത്ര കിട്ടുക നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ നമ്മളിതിങ്ങനെ എഴുതി. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, മാക്സിമൈസേഷനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. മാക്സിമൈസേഷൻ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താക്കണം, മിനിമൈസേഷനാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും വലിയതിന് സെലക്ട് ചെയ്യണം. ഇവിടെ ഏറ്റവും വലുത് ഏതാണ് 154 ആണ് ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും വലിയ 154 നമ്മൾ എന്താക്കണം, ഓരോന്നും നമ്മൾ എന്താക്കണം കുറച്ച് നമുക്ക് എന്താക്കാം വേറെ ടേബിൾ പോലെ എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ
നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താക്കും, നമ്മൾ സോണ് ഒക്കെ എഴുതിയില്ലേ, ഈ ഹെഡിങ് സോൺ അതേപോലെ തന്നെ സോൺ ABCD എഴുതുക, സെയിൽസ്മാൻ PQR എഴുതുക. അത് നമ്മൾ എന്താക്കുക, ഏറ്റവും വലുത് 154 അല്ലേ, ഇപ്പോൾ 154 മൈനസ് 140 നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 14 കിട്ടും. 14 എഴുതുക. നെക്സ്റ്റ് 154 മൈനസ് 112, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 42 കിട്ടും. നെക്സ്റ്റ് 154 മൈനസ് 98 56 കിട്ടും. 154 മൈനസ് 54 154 0. 154 മൈനസ് 90 64. 154 മൈനസ് 92 നമുക്ക് 82 കിട്ടും. നെക്സ്റ്റ് 91 കിട്ടും. നെക്സ്റ്റ് എത്ര കിട്ടും, നെക്സ്റ്റ് 55. പിന്നെ 40 ഒക്കെ 154 എന്നാണ് മൈനസ് ചെയ്യേണ്ടത്. 44 പിന്നെ 66 പിന്നെ 77 പിന്നെ നമുക്ക് എത്ര കിട്ടും, 33. നെക്സ്റ്റ് 80 മൈനസ് 154 ആകുമ്പോൾ 74. പിന്നെ 90 64 ആകുമ്പോൾ 90 56 ആകുമ്പോൾ 98 88 ആകുമ്പോൾ 66 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഓരോ റോയിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് 0 വേണം. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റത്തെ റോയിൽ നമുക്ക് ഓൾറെഡി 0 ഉണ്ട്. അപ്പോൾ Pക്ക് ഒന്നും ചെയ്യേണ്ട. ഇനി Qയിൽ 0 അല്ല, Rൽ 0 അല്ല, Sലും 0 അല്ല. അപ്പോൾ ഇത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ സെലക്ട് ചെയ്താണ്. അത് 55 ആണ്. 55ന് ഇതിൽ നിന്ന് ഓരോന്നിനും കുറയ്ക്കുക. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, 33 ആണ്. 33ന് ഇതിൽ നിന്ന് ഓരോന്നിനും കുറയ്ക്കുക. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, 66 ആണ്. 66ന് ഇതിൽ നിന്ന് ഓരോന്നിനും കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കാം, പുതിയ ടേബിൾ വരച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇതിന് ഏറ്റവും ചെറുത് കുറച്ചിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുക ഓരോ റോയ്ക്കും. അപ്പോൾ ആദ്യത്തെ ഒന്നും ഒരു മാറ്റില്ല, ABCD അതേപോലെ എഴുതുക. പിന്നെ ഇവിടെ സെയിൽസ്മാൻ എഴുതുക. ഏതൊക്കെയാണ്, PQRS ഒക്കെ അതേപോലെ എഴുതുക. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നമുക്ക് ഫസ്റ്റത്തെ റോയ്ക്ക് മാറ്റണം, കാരണം അത് ഓൾറെഡി 0 ഉണ്ട്, അത് നമുക്ക് മാറ്റേണ്ട. അത് അതേപോലെ എഴുതിയാൽ മതി. 14 42 56 0 അല്ലേ, അത് അതേപോലെ എഴുതുക. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് റോയിൽ ഏറ്റവും ചെറുതാണെന്നുകൊണ്ട് 55 ആണ്. അപ്പോൾ 55ന് ഇതിന് ഓരോന്നും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 9 27 എത്ര കിട്ടും, 36 0. ഇനി നെക്സ്റ്റ് റോയിൽ ഏറ്റവും ചെറുത് എത്രയാണ്, 33 ആണ്. അപ്പോൾ 33ന് ഇതിന് ഓരോന്നിനും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 11 33 44 0. ഇനി നെക്സ്റ്റ് നോക്കുക, Sൽ ഏറ്റവും ചെറുത് 66 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 8 24 32 0. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഓരോ റോ വൈസും നമുക്ക് 0 കിട്ടി. ഇനി കോളം വൈസ് നോക്കാം. കോളം വൈസ് നോക്കുക, ഒരൊറ്റ കോളത്തിലും 0 അല്ല. ഈ കോളത്തിൽ മാത്രമാണ് നമ്മൾ റോ വൈസ് ചെയ്തപ്പോൾ എല്ലാം 0 കിട്ടിയത്. ഇനി നമ്മൾ എന്താക്കണം, കോളം വൈസ് ഇതിലൊന്നും കൂടി മാറ്റണം. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതിൽ ഏറ്റവും ചെറുതെടുത്തിട്ട് നമ്മൾ എന്താക്കണം, കുറച്ച് നമുക്ക് കോളം വൈസും അതേപോലെ ഈച്ച് കോളത്തിലുള്ള റോ വരുന്ന മോഡൽ നമുക്ക് അടുത്ത ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്താക്കി, ഓരോ റോ വൈസും 0 കിട്ടുന്ന മോഡൽ നമ്മൾ എന്താക്കി കുറച്ച് എഴുതി. ഇനി നമുക്ക് എന്ത് നോക്കണം, ഇത് നമുക്ക് ഒപ്റ്റിമം ആണോ അല്ലയോ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലൈൻസ് ഡ്രോ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സീറോസ് കട്ട് ചെയ്യുന്ന മോഡൽ ലൈൻസ് ഡ്രോ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്ത് പിന്നെ ആകെ ഇതിലേ ഉള്ളൂ. അപ്പോൾ 2 ലൈൻസ് ഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ എന്ന്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്താണ്, കാരണവശാൽ ഒപ്റ്റിമം അല്ല. കാരണം ഇവിടെ എത്ര റോസ് ഉണ്ട്, എത്ര കോളം ഉണ്ട്, 1 2 3 4 ഉണ്ട്. ഇവിടെ 2 ലൈനേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ എഴുതാം, ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ആർ നോട്ട് ഈക്വൽ ടു n. സോ the solution is not optimum അല്ലേ, നോട്ട് ഒപ്റ്റിമൽ. നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് മാറ്റി വേറെ ഒന്ന് വരയ്ക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുക. ഏറ്റവും സ്മോൾ ഏതാ നോക്കുക, 1 ആണ്. അപ്പോൾ ബാക്കി എല്ലാത്തിനും നമുക്ക് എന്താക്കണം, 1 മൈനസ് ചെയ്യണം. എല്ലാത്തിനും 1 നമുക്ക് മൈനസ് ചെയ്യണം. പിന്നെ ഇൻ്റർസെക്ഷൻ വന്ന സ്ഥലത്ത് നമുക്ക് +1 ചെയ്യണം. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, പുതിയ ഒരു ടേബിൾ വരയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇത് മാറ്റി നമ്മൾ മൈനസ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് പ്ലസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ സാധാ സോൺ തന്നെ എഴുതാം. പിന്നെ എന്താണ്, സെയിൽസ് മാൻ എഴുതാം. സെയിൽസ്മാൻ ABCD ഇല്ലേ. പിന്നെ PQRS ഇല്ലേ.
ഇത്രയല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഇനി നമ്മൾ നോക്ക്, നമ്മൾ എവിടേക്കാണ് മാറ്റം വരുത്തിയത്? 6 മൈനസ് ചെയ്യണ്ടേ 1. അപ്പോൾ നമുക്കിവിടെ 5 കിട്ടും. പിന്നെ 1 1 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 0 കിട്ടും. 3 1 കുറയ്ക്കുക 2 കിട്ടും. 0 0 തന്നെ, കാരണം ലൈൻസ് കവേർഡ് ചെയ്യുന്നു. 18 ആകുമ്പോൾ 18 മൈനസ് 1 17, 3 ആകുമ്പോൾ 3 മൈനസ് 1 2, 9 ആകുമ്പോൾ 9 മൈനസ് 1 8, 0 ആകുമ്പോൾ 0 കവേർഡ് ചെയ്യുന്നു, അപ്പോൾ 0 തന്നെ. 24 ആകുമ്പോൾ 24 മൈനസ് 1 23, 4 ആകുമ്പോൾ 4 മൈനസ് 1 എത്രയാണ് 3, 12 ആകുമ്പോൾ 12 മൈനസ് 1 11, 0 0 തന്നെ, കാരണം കവേർഡ് വന്നതാണ്. ഇതും ഡിയും ഫുള്ള് നമുക്ക് എന്തിൽ വന്നതാണ്? കവേർഡിൽ വന്നതാണ് അല്ലേ. അപ്പം ഡിക്ക് എന്തെങ്കിലും മാറ്റമില്ല. ഡിക്ക് ലാസ്റ്റ് നമുക്കിവിടെ ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ +1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക. ഇനി നമുക്ക് എന്താക്കാം? ഇതിന് നോക്കുക, നമുക്ക് എന്താക്കാം? ലൈൻസ് ഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ലൈൻസ് ഡ്രോ ചെയ്യാൻ നോക്കാം. അപ്പോൾ ലൈൻസ് ഡ്രോ ചെയ്യുമ്പോൾ ഗെറ്റ് മുതൽ സീറോസ് കവർ ചെയ്യുന്ന മോഡൽ വേണം വരയ്ക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു 0 അല്ലേ കവർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കോളം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എത്ര 0 കവറാവും? 3 0 കവറാവും അല്ലേ. 3 0 കവറായി. പിന്നെ നമ്മൾ നോക്ക്, ഇതപ്പോൾ ഇതും ഇങ്ങനെ, പിന്നെ ഇങ്ങനെ വരച്ചാലല്ലേ, എന്തായാലും ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലൊക്കെ എന്താ 2 0 തന്നെയാണ് കവറാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ആകുമ്പോൾ 3 0 ഉണ്ടല്ലേ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ m+n-1 നമുക്ക് n ഈക്വൽ ആണോ ഇതുമായിട്ട് നോക്കുക. ഈക്വൽ ആണോ നോക്കുകയാണോ? ഇവിടെ എത്ര ലൈൻസാണ്? 1 2 3 ആണുള്ളത്. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഈക്വൽ അല്ല. അപ്പം എഴുതുക ദ നമ്പർ ഓഫ് ലൈൻസ് drawn are not equal to n. n equal അല്ല, so the solution is not optimum. not optimal അല്ലേ, ഒപ്റ്റിമൽ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം? ഇനി മാറ്റി വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പുറത്തുള്ള നോക്കും. പുറത്തുള്ള ഏറ്റവും സ്മോൾ ഏതാണ്? 2 ആണ്. അപ്പോൾ ഈ 2നെ അൺകവേർഡ് സ്ഥലത്ത് നോക്കുക. നമ്മൾ എന്താക്കും? മൈനസ് ചെയ്യും. -2 ഇൻ്റർസെക്ഷൻ വന്നവിടെ നമ്മൾ പ്ലസ് ചെയ്യും. +2 വരും അല്ലേ. ഇവിടെയും +2 വരും. ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ മൈനസും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? പുതിയൊരു മെട്രിക്സ് വരയ്ക്കാം. അപ്പോൾ നമ്മളെന്താക്കി മൈനസ് ചെയ്ത് ബാക്കിയുള്ളത് പ്ലസ് ചെയ്ത് നമ്മളെന്താക്കി പുതിയ മെട്രിക്സ് വരച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് വീണ്ടും ലൈൻസ് വരച്ച് നോക്കണം. നമ്മളെന്താണ് നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമോ ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ അവിടെ ഒരു 0 മാത്രം കിട്ടും. ഇങ്ങനെ വരച്ച 2 0 കിട്ടും. അപ്പോൾ നമുക്ക് 2 0 കിട്ടുന്ന രീതിയിൽ താഴത്തേക്ക് വരയ്ക്കാം. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഇങ്ങനെ വരച്ചാൽ എന്താ ഒരു 0 കിട്ടുള്ളൂ. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 3 0 ഒരുമിച്ച് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. ഇനി എന്താണ് ഇവിടെ 2 0 ആണുള്ളത്. അപ്പോൾ നമുക്ക് 2 0 ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ നോക്ക്, ഇപ്പോൾ എത്ര ലൈൻസാണ് വന്നത്? 1 2 3. ഇപ്പോഴും എത്ര തന്നെ വന്നു? 3 ലൈൻസ് വരുന്നു. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഒപ്റ്റിമം അല്ല അല്ലേ. അപ്പോൾ എന്താണ് ഹിയർ ദ number of lines drawn are not equal to n. അതുകൊണ്ട് so the solution is not optimal അല്ലേ. ഇനി നമുക്ക് എന്താക്കണം? വീണ്ടും നമുക്ക് എന്താക്കണം? മാറ്റി വേറെ മെട്രിക്സ് ഉണ്ടാക്കണം. പുറത്തുള്ള വെച്ച് ഏറ്റവും ചെറുത് നമുക്ക് 2 തന്നെയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ എന്താക്കുക? എല്ലാത്തിനും 2 മൈനസ് ചെയ്യുക അല്ലേ. പുറത്തുള്ള അൺകവേർഡ് ആയിട്ടുള്ള ഏരിയസ് നമുക്ക് 2 മൈനസ് ചെയ്യുക. ഇൻ്റർസെക്ഷൻ വരുന്ന അവിടെ 2 സ്ഥലത്താണ് വരുന്നത്. അവിടെ നമ്മൾ എന്താക്കുക? 2 പ്ലസ് ചെയ്യുക. നമുക്ക് എന്താക്കുക? പുതിയ മെട്രിക്സ് വീണ്ടും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ മെട്രിക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സോണും സെയിൽസ്മാനും ഒന്നും എന്താണ് ഒരു മാറ്റമില്ല. അപ്പോൾ അതേപോലെ ഹെഡിങ്സൊക്കെ സെയിം തന്നെയാണ് അല്ലേ. സോണ് എന്താണ്? സെയിൽസ്മാൻ ഏതാ? എ ബി, സോണ് ഡി. അതേപോലെ സെയിൽസ്മാനും പി ക്യു ആർ എസ്. എത്രയാണ്? നമ്മൾ 3ക്ക് കവേർഡിലായതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? 3ക്ക് മാറ്റമല്ല, 0ക്ക് മാറ്റമല്ല, വീണ്ടും 0ക്ക് മാറ്റില്ല. പക്ഷേ ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ 2 ആഡ് ചെയ്ത് ഇപ്പോൾ +2 വന്നു. അപ്പോൾ 2 വന്നു. പിന്നെ ബിയിൽ
എത്ര വരും? 15 - 2 വരും. അപ്പോൾ നമുക്ക് എത്ര വരിക? 13 വരും. നെക്സ്റ്റ് 2 - 2 0 വരും. 6 - 2 4 വരും. 0യ്ക്ക് ഒരു മാറ്റില്ല, കവേർഡിലായതുകൊണ്ട്. 21 - 2 19 വരും. 3 - 2 1 വരും. 9 - 2 7 വരും. 0യ്ക്ക് ഒരു മാറ്റില്ല, കവേർഡിലായതുകൊണ്ട് 0യ്ക്ക് ഒരു മാറ്റില്ല. 2ന് ഒരു മാറ്റില്ല, 0യ്ക്ക് ഒരു മാറ്റില്ല. 3നോട് +2 ചേർന്നിട്ട് 5 ആവും. നമുക്ക് വീണ്ടും എന്താക്കാം? ലൈൻസ് വരച്ച് നോക്കാം. അപ്പം ഇത് ഒപ്റ്റിമം ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം? വീണ്ടും ലൈൻസ് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മളത് വീണ്ടും നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണ്. മാക്സിമം സീറോസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നോക്ക്. ഫസ്റ്റത്തെ ആകുമ്പോൾ നമുക്ക് ഒരു 0 വരെ കവർ ചെയ്യാം. അപ്പോൾ നേരെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 0 കവറായി കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വരയ്ക്കാം. ഇനി ഇവിടെ ലാസ്റ്റിലും അതേപോലെ തന്നെ 2 0 ഒരുമിച്ച് കവറാക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 0 ഒരുമിച്ച് കിട്ടും അല്ലേ? ഇവിടെ എന്തായാലും ഇങ്ങനെ വരച്ചാലും ഒക്കെ എന്തായാലും കണക്കാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു പോലെ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ 4 ലൈൻസ് എന്തായാലും വന്നില്ലേ? 1 2 3 4 ലൈൻസ് ഇവിടെ വന്ന്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ, ഈ പ്രശ്നം നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ഒപ്റ്റിമം ആണ് അല്ലേ? അപ്പം ഹിയർ എന്താ അല്ലേ? 1 2 3 4 ഇവിടെ എന്താ 4 ആണ്. 4 ലൈൻസ് വന്നപ്പോൾ സൊല്യൂഷൻ ഒപ്റ്റിമാണ്. ഹിയർ ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ are equal to n. So the solution is എന്താണ്? ഒപ്റ്റിമൽ. ഇനി നമുക്ക് എന്താക്കാം? നമുക്ക് ഇത് തന്നെ നമുക്ക് എന്താക്കാം? ഒന്നും കൂടി എടുത്ത് എഴുതാം. അത് നമുക്ക് എന്താക്കണം? 0 കട്ട് ചെയ്യണം. ഇത് തന്നെ നമുക്ക് ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ട് സീറോസ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താക്കിയത് ഒന്നും കൂടി വരയ്ക്കാൻ നമുക്ക് എന്താക്കാം? 0 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഫസ്റ്റത്തെ റോ നോക്കുക. അപ്പോൾ നമ്മൾ എന്താക്കുക? ഈ 0 ആ ഒരു 0 ഈ റോയിലുള്ള 0 എടുക്കുക. അതിൻ്റെ കോളം വൈസ് നോക്കുക. അപ്പോൾ ഇവിടെ വേറെ 0 കൂടെ ഉണ്ട്, അത് കട്ട് ചെയ്യാം. രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ ഏതാ എടുക്കുക? രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ ഇതെടുത്തെന്ന് വിചാരിച്ചു, എന്നിട്ട് ഇത് കട്ടാക്കി ഇതെടുത്ത് എന്നിട്ട് ഇത് കട്ടാക്കി. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ഏതാ എടുക്കുക? ഇതെടുക്കുമ്പോൾ ഇവിടെ 2 എണ്ണം വരും ഇല്ലേ? അപ്പോൾ അത് പറ്റില്ല, ഇവിടെ 2 എണ്ണം വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ റോയിൽ ഓൾറെഡി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? ഓൾറെഡി ഇതെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റോയിലും ഒരു കോളത്തിലും വെച്ചിട്ട് ഒരൊറ്റ 0 പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ? ഈ 0 കട്ട് ചെയ്യാം, എന്നിട്ട് എന്താക്കുക? ഇതെടുക്കുക. അതുപോലെ ഇവിടെ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇത് എടുക്കണം. അപ്പോൾ ഇതിലേതാ എടുക്കുക? ഇതിൽ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്യുക. ഇവിടെ ഒറ്റൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്താക്കി ഇതെടുത്ത് നമ്മൾ നോക്കുക കറക്റ്റ് അല്ലേന്ന്. റോ വൈസ് ഒന്നുണ്ട്, കോളം വൈസും ഒന്നുണ്ട്. അടുത്ത് നോക്കുക, കോളം വൈസും ഒന്നുണ്ട്, റോ വൈസും ഒന്നുണ്ട്. അടുത്ത് നോക്കുക, റോ വൈസും ഉണ്ട്, കോളം വൈസും ഉണ്ട്. അടുത്ത് നോക്കുക, റോ വൈസും ഉണ്ട്, കോളം വൈസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഒപ്റ്റിമം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ ഒന്നും കൂടി നോക്കണം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ സ്ഥലത്ത് നമുക്ക് ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത് നോക്കും. അതാണ് നമ്മൾ എന്താക്കുക? ഈ എടുത്ത 0യുടെ സ്ഥലത്ത് എഴുതുക. അപ്പോൾ നമ്മൾ നോക്കുക, പി ഡിയിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതായിരുന്നു ഉണ്ടായിരുന്നത് നോക്ക്. പി ഡിയിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ 154 എഴുതുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയ പാറ്റേൺ നമുക്കൊന്ന് എഴുതി വെക്കാം അല്ലേ? നമ്മളെ ഒപ്റ്റിമം അസൈൻമെൻറ്റിൻ്റെ പാറ്റേൺ നമുക്ക് എഴുതാം. അപ്പോൾ ദ അസൈൻമെൻറ്റ് ഈസ് എന്താണ്? ദ അസൈൻമെൻറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏതൊക്കെയാണ്? പി ഡി, പിന്നെന്താണ്? QB അല്ലേ? QB അല്ലേ അടുത്ത? പിന്നെ RA, പിന്നെ നെക്സ്റ്റ് SC അല്ലേ? ഇത്രയാണ് നമുക്ക്. ഇനി നമുക്ക് ഇതിൽ വരുന്ന വാല്യൂസ്, അതായത് നമ്മൾ ഒറിജിനലിൽ നമുക്ക് ഇതിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മളിനി എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഒറിജിനൽ പ്രോബ്ലം, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതിൽ ഇതിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്ക്, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എന്താണ്? PD അല്ലേ? PD. അപ്പോൾ PD യിൽ ഏതാണുള്ളത് നമുക്ക്? PD യിൽ 154. അപ്പോൾ നമ്മളിത് എന്താണ്? മാക്സിമം സെയിൽസ് അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം സെയിൽസ് ഈക്വൽ ടു PD യിൽ എത്രയാണുള്ളത്? 154 പ്ലസ് QB എത്രയാണ് നമുക്ക്? 72 പ്ലസ് നെക്സ്റ്റ് നോക്ക്, നെക്സ്റ്റ് ഏതാണ്? RA എത്രയാണ്? 110
പ്ലസ് നെക്സ്റ്റ് ഏതാണ് എസ് സി എത്രയാണ് 56. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് മൊത്തം എത്ര കിട്ടും? 392 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്താക്കിയിരുന്നു? 3 സീറോസ് ഒഴിവാക്കിയതല്ലേ. അപ്പോൾ ഈ 392 എന്ന് വെച്ചാൽ എത്രയാണ്? ദാറ്റ് ഈസ് എത്രയാണ്? 392 കൂടി നമ്മളെ 3 സീറോസ് ഇല്ലേ, ആ 3 സീറോസ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാക്സിമൈസേഷൻ്റെ കേസിൽ ചെയ്യുക കേട്ടോ.